ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് സോൺ. അപ്പോ നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ വരുന്നുണ്ടാവും. അതായത് ഈ മാസം 15-ാം തീയതി റിലീസ് ആവുന്നുണ്ടാവും. അപ്പം അതിൽ കുറെ പേര് ചോദിച്ചൊരു കാര്യമാണ്, ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെയാണോ, അല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ സമയത്ത് എത്ര വേക്കൻസി ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, എത്ര അഡ്വൈസ് വരെ പോയിട്ടുണ്ട്. അതായത് നമ്മുടെ ആ ഒരു ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അതിൽ തന്നെ ഡയറക്റ്റും അതേ കൂടാണ്ട് ഒരു ഡിപ്പാർട്ട്മെന്റൽ എന്നുള്ള രീതിയിലും കൂടി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എന്താണ് ഇതിലെ കാര്യങ്ങളോ, കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്കവിടെ നോക്കാം. ഇത് കഴിഞ്ഞ പ്രാവശ്യം 2017 മെയ് മാസമായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് രണ്ട് കാറ്റഗറി നമ്പർ ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എല്ലാവർക്കും അപ്ലൈ ആയിട്ട് പറ്റുന്ന ഒരു ഇത് തന്നെയാണ് കേട്ടോ. ഓക്കെ, പോസ്റ്റ് തന്നെയാണ്. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ. അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ 4 വേക്കൻസി ആയിരുന്നു അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു രീതിയിലായിരുന്നു ഉണ്ടായത്. ഇപ്രാവശ്യം സെയിം പ്രൊസീജിയർ തന്നെയാണ്. അതായത് രണ്ട് കാറ്റഗറി നമ്പർ വിളിച്ചിട്ട് ഒന്ന് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റും ഒന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും. ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ബൈ ട്രാൻസ്ഫർ ആയിട്ടും, അതേപോലെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എപ്പോഴായിരിക്കും എന്ന് വെച്ചാൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ക്വാളിഫൈഡ് ഹാൻഡ്സ് അണ്ടർ ദി ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ്. പക്ഷെ അവിടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ പറയാം. അപ്പൊ ഇതിന്റെ ബൈ ട്രാൻസ്ഫർ ആണെങ്കിൽ അവിടെ സർവീസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണം. ഇപ്പൊ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ 18 തൊട്ട് 36 വയസ്സായിരിക്കും ഏജ് ലിമിറ്റ് ഉണ്ടാവാം. ക്വാളിഫിക്കേഷൻ എന്താണ് നോക്ക്. 3 years diploma in engineering in the related trade from the polytechnic approved by the government of Kerala or its equivalent. അതായത് ഡിപ്ലോമ ബിടെക്കാർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സിലേക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഡിപ്ലോമ ബിടെക് കഴിഞ്ഞവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സിലേക്ക് അവിടെ അപ്ലൈ വേണ്ടി പറ്റും. ഇനിയിപ്പം കഴിഞ്ഞ പ്രാവശ്യം 102-17 നമ്മൾ അവിടെ പറഞ്ഞു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും ഉണ്ട്, ബൈ ട്രാൻസ്ഫറും ഉണ്ട്. ബൈ ട്രാൻസ്ഫർ 101, ഡയറക്റ്റിന് 102 ആയിരുന്നു കാറ്റഗറി നമ്പർ. അപ്പൊ 102 കാറ്റഗറി നമ്പർ പ്രകാരം എന്ത് ചെയ്തു, 2017 നോട്ടിഫിക്കേഷൻ വന്നിട്ട് 2020 സെപ്റ്റംബർ മാസം എന്ത് ചെയ്തു, അവിടെ എക്സാം കണ്ടക്ട് ചെയ്തു. ഓക്കെ, എക്സാം അവിടെ കണ്ടക്ട് ചെയ്തു. ആ എക്സാം കണ്ടക്ട് ചെയ്തതിൽ ഷോർട്ട് ലിസ്റ്റ് എപ്പോ വന്നു, 2021 ഏപ്രിൽ മാസം അവിടെ ഷോർട്ട് ലിസ്റ്റ് വന്നു. അപ്പൊ അതിൽ എത്രയായിരുന്നു കട്ട് ഓഫ് വന്നിട്ടുള്ളത്? 63 മാർക്ക് അവിടെ കട്ട് ഓഫ് വന്നിട്ടുണ്ട്. ഓക്കെ, 63 മാർക്ക് അവിടെ കട്ട് ഓഫ് ആയിട്ട് വന്നു. ഓക്കെ, ഇനിയിപ്പോ ഇതെന്താ, ഒരു ഇന്റർവ്യൂ ഉള്ള ഒരു പോസ്റ്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 2021 ഏപ്രിലില് എക്സാം കണ്ടക്ട് ചെയ്ത് 2021 ഏപ്രിലില് ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം 2021 ഡിസംബറിൽ എന്ത് ചെയ്തു, ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. എനിക്ക് തോന്നുന്നത് 2021 ഡിസംബർ 7-ാം തീയതി. ഓക്കെ, ഈ ഒരു പോസ്റ്റിന് എന്ത് റാങ്ക് ലിസ്റ്റ് അവിടെ നിലവിൽ വന്നു. അപ്പൊ ഒരു മെയിൻ ലിസ്റ്റിൽ 24 പേരാണ് എന്ത് ചെയ്തത്, അവരവിടെ മെയിൻ ലിസ്റ്റിലുള്ളത്. ബാക്കിയുള്ളവരൊക്കെ സപ്ലിമെന്ററി ലിസ്റ്റിലും ഉണ്ട്. 24 പേര് മെയിൻ ലിസ്റ്റിൽ അവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്തത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ കട്ട് ഓഫ് പറഞ്ഞല്ലേ, കട്ട് ഓഫ് നമ്മൾ പറഞ്ഞു 63 മാർക്കായിരുന്നു അവിടെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ടെന്നില്ല കാര്യം, 9 പേർക്കാണ് അവിടെ അഡ്വൈസ് പോയിട്ടുള്ളത്. ഓക്കെ, അത് 2021 ഡിസംബർ മാസം 7-ാം തീയതി റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 2024 ഡിസംബർ മാസം ചെയ്തു, ആ റാങ്ക് ലിസ്റ്റ് അവിടെ എക്സോസ്റ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, 3 വർഷമാണ് വാലിഡിറ്റി. ഓക്കെ, 30/10/2024 ലാസ്റ്റ് അഡ്വൈസ് അവിടെ പോയിട്ടുള്ളത്. 9 അഡ്വൈസ് അവിടെ പോയിട്ടുണ്ട്. ഓക്കെ, 9 അഡ്വൈസ് ആണ് അവിടെ പോയിട്ടുള്ളത്. ഇനിയിപ്പോ അതിന്റെ ഇതിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ 102/2017 ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ഫ്രഷ് ആണ്, കണ്ടല്ലേ, 6 വേക്കൻസി എന്തായിരുന്നു, ഫ്രഷ് ആയിരുന്നു. അതിലൊന്ന് മാത്രമാണ് NJD ആയിട്ട് വന്നിട്ടുള്ളത്. ബാക്കി 6 എന്താ ഫ്രഷ് റിക്രൂട്ട്മെന്റ് ആയിട്ട് തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അതിലൊന്നും അവിടെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് രീതിയിൽ അവിടെ പറയുന്നുണ്ട് വാട്ടർ ഇറ്റ് ഈസ് ഇതൊക്കെ എന്താ SCDD തന്നെയും ബാക്കിയുള്ളതൊക്കെ പറഞ്ഞുള്ളത്. ഓക്കെ, ഇത് മേ ബി എന്തെങ്കിലും വേറെ എന്തെങ്കിലും അറിയണമെന്നോ എല്ലാവരും അറിയില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്തേക്കുന്നത്, വേക്കൻസീസ് വന്നിട്ടുള്ളത്. 4-2-6 നമുക്ക് പറയാം. പക്ഷെ ഇവിടെ നമുക്ക് അവിടെ കാണിക്കുന്നത് 9 അഡ്വൈസ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ അവിടെ നിങ്ങൾ ഡാറ്റാസിൽ എന്തെങ്കിലും എറർ വന്നു, 30/10/2024 ഡാറ്റ അതിൽ എറർ ആയിട്ടുണ്ടാവില്ല മേ ബി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ റിലേറ്റ് ചെയ്ത് നമുക്ക് അവിടെ പറയാൻ, കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ റിലേറ്റ് ചെയ്ത് നമുക്ക് അവിടെ പറയാനുള്ളത്. അപ്പൊ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ ഡിസംബർ മാസം 15-ാം തീയതി ഔട്ട് ആവുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.